കേരളത്തിൽ പ്രധാനമായിട്ടും ഒരു 2005 മുതൽ ഒരു 2017 വരെയുള്ള സമയത്താണ് സ്ഥലത്തിന് നല്ല രീതിയിൽ വിലയുണ്ടായിരുന്നതെങ്കിൽ പിന്നീട് അത് അങ്ങോട്ട് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ലോക്ക്ഡൌണിന്റെ സമയത്ത് നല്ല രീതിയിൽ സ്ഥലത്തിന് വില പോകുന്ന ഒരു കാര്യം നമ്മൾ കണ്ടതാണ്. എന്നാൽ അതിനു മുൻപ് സംഭവിച്ച പ്രളയം പോലെയുള്ള കാര്യങ്ങളും 44ഓളം നദികളും ഒരുപാട് കായലുകളും ഒക്കെയുള്ള കേരളത്തില് അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും മലയിടിച്ചിൽ ഉണ്ടായേക്കാവുന്ന, ഉരുൾപൊട്ടൽ ഉണ്ടായേക്കാവുന്ന പർവ്വത പ്രദേശങ്ങളിലുമൊക്കെ ഇനി താമസിക്കുന്നത് അപകടമാണ് എന്നുള്ളൊരു ചിന്ത പൊതുവെ വരികയും അങ്ങനെയും അത്യാവശ്യം കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലും സ്ഥലത്തിന് ഡിമാൻഡ് പോവുകയുണ്ടായി. എന്നാൽ ഇതിനു മുൻപ് നടന്ന ഒരു കാര്യമുണ്ട്, നോട്ട് നിരോധനം. ഹൗസിംഗ് ബ്രോക്കറേജ് സ്ഥാപനമായ അനറോക്ക് പറയുന്നതനുസരിച്ച് നോട്ട് നിരോധനത്തിന് ശേഷം ഭൂമി ഇടപാടുകളിൽ നടന്നിരുന്ന 80% കള്ളപ്പണ ഇടപാടുകളും ഇല്ലാതായി. കള്ളപ്പണം എന്ന് പറയുന്നത് പോലെ തന്നെ കള്ള നോട്ടുകളും ഒരു പ്രധാന ഭാഗത്തുണ്ട് എന്ന് പറയപ്പെടുന്നു. ഉദാഹരണത്തിന് ഈ ദുരന്തർ സിനിമയിലൊക്കെ കാണിക്കുന്നത് പോലെ പാകിസ്ഥാനിൽ നിന്നുമൊക്കെ ഒരുപാട് വ്യാജ കറൻസികൾ കേരളത്തിലേക്കും എത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ടത്രേ. നോട്ട് നിരോധനം കൊണ്ട് എന്താണ് പ്രയോജനം ഉണ്ടായത്? ഭൂരിഭാഗം പഴയ നോട്ടുകളും ബാങ്കുകളിൽ തിരിച്ചെത്തി എന്ന് ആരോപണം ഉള്ളപ്പോഴും കള്ള നോട്ടുകൾ ഒരിക്കലും ബാങ്കുകളിലേക്ക് ചെന്നിട്ടില്ല എന്നുള്ള കാര്യം ഇവിടെ ആളുകൾ വിസ്മരിച്ചു പോവുകയാണ്. അങ്ങനെ നോട്ട് നിരോധനവും പ്രളയവും ലോക്ക്ഡൌണും ഒക്കെ കേരളത്തിലെ സ്ഥലത്തിന്റെ വില തകർത്ത് കളഞ്ഞു. സ്ഥലത്തിന് വിലയില്ലാതായി, പ്രധാനപ്പെട്ട ഏരിയകളിലൊക്കെ ഒഴിച്ച്. ഇതാണ് പലരും മനസ്സിലാക്കുന്നത്. എന്നാൽ ഇതൊന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം. കുറച്ച് വിശാലമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വലിയ ഫാക്റ്റ് ഇവിടെയുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവൻ ഒന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യം മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ എങ്ങനെയാണ് സ്ഥലത്തിന് വില വന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നാളെയും ഈ വില ഉണ്ടാകുമോ, വില കൂടാൻ സാധ്യതയുണ്ടോ, അതോ ഇനിയും കുറയാനാണോ സാധ്യത എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കേരളത്തിലെ സ്ഥലത്തിന് വില വന്നത് കേരളം കാർഷിക വൃത്തിക്ക് വളരെ അനുയോജ്യമായതുകൊണ്ടാണോ? 44 നദികളും ഇഷ്ടംപോലെ വെള്ളമുണ്ട്, നല്ല കാലാവസ്ഥയാണ്, മഴ ലഭിക്കാനുണ്ട് വർഷത്തിൽ പകുതിയോളം. ഇതൊക്കെ കൊണ്ടാണോ കേരളത്തിൽ സ്ഥലത്തിന് വില വന്നത്? ഒരിക്കലും അല്ല. 1970-കൾക്ക് ശേഷം ഗൾഫ് ബൂം കേരളത്തിൽ ആരംഭിച്ചപ്പോൾ ഒരുപാട് പ്രവാസികൾ ഗൾഫിൽ നിന്ന് പണം ഇങ്ങോട്ട് അയക്കാൻ തുടങ്ങിയപ്പോൾ ഗൾഫ് മണി കൊണ്ടാണ് കേരളത്തിലെ സ്ഥലത്തിന് വില വന്നത്. 70-കൾക്ക് മുൻപൊക്കെ കേരളം എന്ന് പറഞ്ഞാൽ പട്ടിണിയിൽ കിടന്നിരുന്ന ഒരു സംസ്ഥാനമാണ്. ഗൾഫ് പണമാണ് നമ്മളുടെ പട്ടിണി മാറ്റിയത്. അന്നത്തെ പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരവും. ഗൾഫിൽ നിന്ന് പണം വരാൻ തുടങ്ങിയപ്പോൾ എങ്ങനെയാണ് സ്ഥലത്തിന് വില കയറി തുടങ്ങിയത്? വളരെയധികം സാധാരണക്കാര്, ഗൾഫിൽ ഭൂരിഭാഗവും സാധാരണ ജോലികൾക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അവരെല്ലാം നല്ല രീതിയിൽ പണം സമ്പാദിച്ച് നാട്ടിലേക്ക് വന്നപ്പോൾ അവർക്ക് പിന്നീട് ഒരു വീട് പണിയണം, അതിന് സ്ഥലം വാങ്ങണം. അങ്ങനെ ലക്ഷക്കണക്കിന് പ്രവാസികളെല്ലാം ഒരു സമയത്ത് സ്ഥലം വാങ്ങാനും വീട് പണിയാനും ഒക്കെ തുടങ്ങിയപ്പോൾ സ്ഥലത്തിന് സ്വാഭാവികമായിട്ടും ഡിമാൻഡ് കൂടി, അങ്ങനെ വിലയും കൂടി. ഗൾഫിൽ പോയവർ മാത്രമല്ല രക്ഷപ്പെട്ടത്. ആ പണം നാട്ടിലേക്ക് വന്നപ്പോൾ അവർക്ക് സ്ഥലം വിറ്റതിലൂടെ, മുൻപ് ഇവിടെ സ്ഥലം ഉണ്ടായിട്ട് ഒരു കാര്യവും ഇല്ലാതിരുന്ന ആളുകൾക്ക് പോലും ആ സ്ഥലം വിൽപ്പനയിലൂടെ നല്ലൊരു തുക ലഭിക്കുകയും അവരും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടുകയും ചെയ്തു. അങ്ങനെ പതിയെ പതിയെ പ്രവാസികൾ കൊണ്ടുവന്ന ഈ ഗൾഫ് പണം പല രീതികളിലും, കച്ചവടങ്ങളിലൂടെയും സ്ഥലം വിൽപ്പനയിലൂടെയും അല്ലെങ്കിൽ തൊഴിൽ കൊടുക്കുന്നതിലൂടെയും ഒക്കെ കേരളത്തിലെ എല്ലാവരുടെയും പോക്കറ്റിലേക്ക് എത്തി. ഈ സ്ഥലത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്ഥലത്തിന് ഏറ്റവും വില കുറയുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? നമ്മളൊരു അത്യാവശ്യത്തിന് അത് വിൽക്കാൻ നോക്കുമ്പോഴാണ്. കാരണം ആവശ്യക്കാര് നമ്മളാണല്ലോ. എന്നാൽ ഈ സ്ഥലമൊക്കെ നിങ്ങൾക്ക് വളരെ എമർജൻസി ആയിട്ട് വിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിലോ, ഉദാഹരണത്തിന് നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾക്ക് ഒരു ഹോസ്പിറ്റൽ എമർജൻസി അല്ലെങ്കിൽ ഒരു വലിയ ഹോസ്പിറ്റൽ ബില്ല് വരുന്നു, അവരെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സ്വർണം, സ്ഥലം ഇതൊക്കെ വിൽക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകും. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു ജീവിതകാലം മുഴുവനും കൊണ്ട് സമ്പാദിച്ചതൊക്കെ ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുക്കരുത്. എന്നാൽ ഹോസ്പിറ്റൽ കേസുകളൊക്കെ ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കുകയും ചെയ്യാം. അതായത് നല്ലൊരു കമ്പനിയുടെ ആരോഗ്യ ഇൻഷുറൻസ് എല്ലാ കുടുംബങ്ങൾക്കും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ പണ്ടത്തേതുപോലെയൊന്നും അല്ല. 5-10 ലക്ഷം മാത്രമൊന്നും അല്ല, 50-60 ലക്ഷം രൂപയൊക്കെയാണ് പലർക്കും ഹോസ്പിറ്റൽ ബില്ലുകളായിട്ട് കയ്യിൽ കിട്ടുന്നത്. എന്നാൽ ഇവിടെ നമുക്കിപ്പോൾ അൺലിമിറ്റഡ് കവറേജ് ഉള്ള പ്ലാനുകളും എടുക്കാൻ പറ്റും. ഇത്തരം അൺലിമിറ്റഡ് കവറേജ് ഉള്ള പോളിസികളും സാധാരണ പോളിസികളും ഒക്കെ താരതമ്യം ചെയ്ത് നോക്കി ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളിൽ നിന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. മാസം 400-500 രൂപയ്ക്കൊക്കെ സാധാരണ പ്ലാനുകൾ സ്റ്റാർട്ട് ആകുന്നുണ്ട്. ഈ തുകയ്ക്ക് 1 കോടി രൂപ വരെ കവറേജ് ലഭിക്കുന്ന പ്ലാനുകളുമുണ്ട്. BP, പ്രമേഹം, തൈറോയിഡ്, ആസ്മ തുടങ്ങിയ അസുഖങ്ങൾ ഒക്കെ ഉള്ളവർ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടെങ്കിലും ഇൻഷുറൻസ് എടുത്ത് 1-ാമത്തെ ദിവസം മുതൽ കവറേജ് ലഭിക്കുന്ന പ്ലാനുകളും ഉണ്ട്. പ്രവാസികൾക്കാണെങ്കിൽ നാട്ടിൽ നിന്ന്
പുറത്തുനിന്ന് എടുക്കുന്നതിനേക്കാളും 35% വരെയൊക്കെ കുറഞ്ഞ ചെലവിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം. 30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ടും കിട്ടും. അപ്പോൾ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്വർണം, പണം, സ്ഥലം അതൊക്കെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒക്കെ ഒരു വലിയ ആശുപത്രി കേസ് വന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ നഷ്ടപ്പെട്ടു പോകും. ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാവർക്കും അത്യാവശ്യമാണ്. ഇത് വൈകിപ്പിക്കരുത്. ഇപ്പോൾ തന്നെ 25% വരെയൊക്കെ ഡിസ്കൗണ്ടിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഇന്നും കേരളത്തിന്റെ GSDPയുടെ നല്ലൊരു ഭാഗവും NRI റെമിറ്റൻസ് തന്നെയാണ്. GCC രാജ്യങ്ങളെ അന്നം തരുന്ന നാട് എന്ന് മലയാളികൾ വിളിക്കുന്നതിൽ ഒരു നാണക്കേടുമില്ല, അത് സത്യമാണ്. എന്നാൽ ഇവിടെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്. കേരളത്തിലേക്ക് 10-40 വർഷമായിട്ട് നല്ല രീതിയിൽ വന്നുകൊണ്ടിരുന്ന ഈ ഗൾഫ് പണം മുഴുവൻ നമ്മൾ മലയാളികൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? അത് മുഴുവൻ നമ്മൾ മലയാളികൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് വലിയ വീടുകൾ പണിയാനും കാറുകൾ വാങ്ങാനും സ്ഥലം വാങ്ങാനും ഒക്കെയാണ്. ഇവിടെ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ, ഇതേ പണം ഉപയോഗിച്ച് കേരളത്തിൽ വലിയ വ്യാവസായിക യൂണിറ്റുകളോ വലിയ ഫാക്ടറികളോ വലിയ യൂണിറ്റുകളോ ഒന്നും തുടങ്ങിയിട്ടില്ല. അതുവഴി ഇവിടെ ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടായിട്ടുമില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണുന്ന കടകളും അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസുകൾ, ചെറിയ ചെറിയ ഷോപ്പുകൾ, ഇതെല്ലാം സംരംഭങ്ങളല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതെ. ഇതിൽ നല്ലൊരു ഭാഗം തുടങ്ങിയിരിക്കുന്നത് ഗൾഫ് പണം കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ പ്രവാസികളൊക്കെ തന്നെ നാട്ടിൽ വന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇതല്ല ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് അതിന് ഭാവി ഉണ്ടാകണമെങ്കിൽ ചെയ്യേണ്ടത്. വലിയ സ്കെയിലുള്ള ഫാക്ടറികൾ, വ്യാവസായിക യൂണിറ്റുകൾ, വമ്പൻ ടൂറിസം സാധ്യതകൾ ഉപയോഗിക്കുക, ഇതൊക്കെയാണ്. ഇന്ന് വലിയ ഷോപ്പിംഗ് മാളുകളും ഒക്കെ വരുമ്പോൾ ചെറുകിട വ്യവസായങ്ങളെല്ലാം പൂട്ടിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? അതായത് ഇന്ന് നമ്മൾ തുടങ്ങിയിരിക്കുന്ന ചെറിയ ചെറിയ സംരംഭങ്ങളെല്ലാം വലിയ കോർപ്പറേറ്റുകൾക്ക് മുൻപിൽ ഇല്ലാതാകാൻ പോകുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതിയൊരു തലമുറ ചെറിയ ഷോപ്പുകളിലല്ല വലിയൊരു മാളിലേക്ക് പോകാനാണ്. അവിടെ നിന്ന് ഒരു മാസത്തേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുമിച്ച് പർച്ചേസ് ചെയ്യാനും അവിടെ ഒന്ന് എന്റർടൈൻ ചെയ്ത് തിരിച്ചിറങ്ങാനും അല്ലെങ്കിൽ ആവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഓൺലൈനിൽ നിന്ന് വാങ്ങാനും ഒക്കെയാണ് അവർക്ക് താല്പര്യം. കാലം മാറുന്നത് അങ്ങനെയാണ്, ലോകം മാറുന്നത് അങ്ങനെയാണ്. നമ്മുടെ കേരളത്തിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ കാണാൻ കഴിയുന്ന ഏറ്റവും മികച്ച കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഒന്നിനൊന്ന് മികച്ചതായ വലിയ വീടുകളും വലിയ സൗധങ്ങളും ഒക്കെയാണ്. ഇതൊക്കെ കേരളത്തിന്റെ സമ്പന്നത വിളിച്ചോതുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുക, ഇതേ പ്രവണത കൊണ്ട് നാളെ കേരളം വലിയ ദുരിതത്തിലേക്ക് പോവുകയാണ്. നമ്മൾ ഓരോ സാധാരണ ഗൾഫ് പ്രവാസിയുടെയും കാര്യത്തിൽ ചിന്തിച്ചു നോക്കുക, ആ പണം എങ്ങനെയാണ് ഉപയോഗിച്ചത്? ഇവരെല്ലാം നിക്ഷേപിച്ചിരിക്കുന്ന കോടിക്കണക്കിന് പണം ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്ത് ബിസിനസ് ചെയ്യുന്നത് പോലും നോർത്ത് ഇന്ത്യയിലെയും അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലെയും വ്യവസായിക പ്രമുഖരാണ്. മലയാളികൾക്ക് ഈ പണം ബാങ്കിൽ നിക്ഷേപിക്കാനും അതിന്റെ പലിശ വാങ്ങാനും മാത്രമേ അറിയാവൂ. സ്ഥലത്തിന്റെ വില എങ്ങനെ വന്നു, എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം പറഞ്ഞു വന്നത്. ഒരു സംസ്ഥാനത്ത് റിയൽ എസ്റ്റേറ്റ് വാല്യൂ കുതിച്ചു കയറുകയല്ല, സ്റ്റേബിൾ ആയിട്ടെങ്കിലും നിലനിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ സ്ഥലത്തിന് വില താഴേക്ക് പോകാതിരിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ സംഭവിക്കേണ്ടതുണ്ട്. ഒന്ന്, ആ സംസ്ഥാനത്തേക്ക് ഏതെങ്കിലും രീതിയിൽ വലിയ മൂലധനം ഒഴുകി വരണം. കേരളത്തെ സംബന്ധിച്ച് അത് ഉണ്ടായി, ഗൾഫ് പണം ഇവിടെ വന്നു. എന്നാൽ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ പണം ഉപയോഗിച്ച് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണം. ആ സംസ്ഥാനത്ത് തന്നെയുള്ള യുവജനങ്ങൾ അവിടെ തന്നെ ജോലി ചെയ്ത് അന്തസ്സോടെ ജീവിക്കാനും അവരവിടെ തന്നെ സെറ്റിൽഡ് ആകാനുമുള്ള സാധ്യതകൾ തുറക്കപ്പെടണമെന്നുള്ളതാണ്. അതിവിടെ കേരളത്തിൽ സംഭവിച്ചിട്ടേ ഇല്ല. അതായത് ഇവിടെ ഒരു കുടുംബത്തിൽ നിന്ന് പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു യുവാവിന് അല്ലെങ്കിൽ യുവതിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പടിപടിയായിട്ട് വളരാൻ പറ്റുന്ന രീതിയിൽ മികച്ച ജോലി അവസരങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അവർ ആ ജോലിക്ക് നാട്ടിൽ തന്നെ കയറും. നാട്ടിൽ നിന്ന് തന്നെ അവർക്ക് വരുമാനമുണ്ട്. അവർ നാട്ടിൽ തന്നെ സെറ്റിൽഡ് ആകാനായിട്ട് നോക്കും. അവർ സ്ഥലം വാങ്ങാൻ സാധ്യതയുണ്ട്, പുതിയ വീട് പണിയാൻ സാധ്യതയുണ്ട്. അതായത് നാട്ടിൽ നിന്ന് അവർ പോകുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്താണ്? ഇൻകം ഉണ്ട്, ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുണ്ട്, സ്ഥലം വാങ്ങാൻ ആളുണ്ട്, സ്ഥലത്തിന് ഡിമാൻഡ് ഉണ്ട്. ഇന്ന് പണ്ടത്തേതുപോലെയല്ല, സിറ്റികളിലേക്കാണ് എല്ലാവരും പോയി ജോലി ചെയ്യുന്നത്. സിറ്റികളിൽ സപ്ലൈ കുറയുമ്പോഴേക്കും ഗ്രാമപ്രദേശങ്ങൾ അല്ലെങ്കിൽ ഉൾപ്രദേശങ്ങളിൽ പോലും സ്ഥലത്തിന് വില കയറുകയാണ്. അങ്ങനെ കേരളത്തിലെമ്പാടും പണ്ട് ഗൾഫിൽ നടന്നതിലധികം സ്ഥലത്തിന് എല്ലായിടത്തും, അതായത് ഇന്നും കണ്ണായ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ NH-ന്റെ സൈഡിലും ഒക്കെ വിലയുണ്ട്. അവിടെയൊന്നും വിലയില്ല എന്നല്ല പറയുന്നത്, ആ വില കൂടുകയുമാണ്. എന്നാൽ അതിനപ്പുറം കേരളത്തിന്റെ ഉൾപ്രദേശങ്ങളിലും അല്ലെങ്കിൽ കേരളത്തിലെ എല്ലായിടത്തും തന്നെ സ്ഥലത്തിന് വില വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതാണ് ഇവിടെ സംഭവിക്കാത്തത്. പണ്ട് വന്ന ഗൾഫ് പണം മാത്രമേ ഉള്ളൂ. അതൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഭൂരിഭാഗവും ഡെഡ് മണി ആയിട്ടാണ് എന്ന് പറയാം. അതായത് വ്യവസായങ്ങളോട്, സംരംഭകരോടുള്ള നമ്മളുടെ തെറ്റായ മനോഭാവം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് നമുക്ക് താല്പര്യവുമില്ല, അതിനോട് സമ്മതിക്കുകയുമില്ല. ഈ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ്
കേരളത്തിന് ഭാവിയില്ല എന്ന് പറയുന്നത്. ടൂറിസം പോലെയുള്ള കാര്യങ്ങൾക്ക് വലിയ സാധ്യതകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അതും ഈ പറയുന്ന ബിസിനസിന്റെ ഒക്കെ കീഴിൽ അല്ലെങ്കിൽ സംരംഭകത്വത്തിന് കീഴിൽ വരുന്ന കാര്യങ്ങളാണ്. നേരെ മറിച്ച് ഇന്ന് സംഭവിക്കുന്നത് എന്താണ്? പുതിയ പിള്ളേരെല്ലാം പുറത്തേക്ക് പോവുകയാണ്. ഒന്നെങ്കിൽ കേരളത്തിലെ തന്നെ ഏതെങ്കിലും സിറ്റിയിൽ അല്ലെങ്കിൽ രാജ്യത്തെ ഏതെങ്കിലും പ്രധാന സിറ്റിയിലേക്ക്, പറ്റിയാൽ അവിടെ നിന്ന് അവർ ഗൾഫിലേക്കോ അല്ലെങ്കിൽ യൂറോപ്പിലെ പല രാജ്യങ്ങളിലേക്കോ അമേരിക്കയിലേക്കും ഒക്കെ പോകുന്നു. പഴയ കാലത്തേതുപോലെ മുണ്ട് മുറുക്കി ഉടുത്ത് അല്ലെങ്കിൽ കിട്ടുന്ന പണം എല്ലാം നാട്ടിലേക്ക് അയക്കുക എന്നൊക്കെയുള്ള രീതികളൊക്കെ മാറിപ്പോയി. ആളുകൾ അവരവരുടെ ജീവിതവും ആസ്വദിക്കുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോൾ ഉള്ളത്. ഇനി അങ്ങോട്ടും അങ്ങനെയായിരിക്കും. പലരും വിവാഹം വേണ്ട അല്ലെങ്കിൽ കുട്ടികളൊന്നും വേണ്ട എന്നുള്ള രീതിയിലേക്ക് പോലും ലൈഫ് സ്റ്റൈലുകൾ മാറുന്നുണ്ട്. ഇതൊക്കെ സാമ്പത്തികമായിട്ടും നമ്മുടെ സംസ്ഥാനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യമാണ്. യൂറോപ്പിലേക്കൊക്കെ പോകുന്നവർ തീരെ പണം ഇങ്ങോട്ട് അയക്കില്ല എന്ന് പറയുന്നത് പോലെ ഗൾഫിലേക്കുള്ളവരാണെങ്കിലും ഇനി പഴയതുപോലെ ഒരുപാട് പണം അവിടെ നിന്ന് സേവ് ചെയ്ത് നാട്ടിലേക്ക് അയച്ചിട്ട് ഇവിടെ സ്ഥലം വാങ്ങുക, വീട് പണിയുക, ഈ കാര്യങ്ങളൊക്കെ മാറുകയാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും രാജ്യത്ത് ഭാവിയിൽ സെറ്റിൽഡ് ആകണം, അല്ലെങ്കിൽ റെന്റ് കൊടുത്തുകൊണ്ട് ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാതെ ജീവിക്കുക. അതിന്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള പണവുമില്ല. ജീവിതം മുഴുവൻ ഇതിന് വിലയായിട്ട് കൊടുത്തിട്ട് ഒരു വീടും സ്ഥലവും ഒക്കെ സ്വന്തമാക്കിയിരുന്ന പഴയ തലമുറയുടെ മണ്ടത്തരം ഇനിയുള്ള പുതിയ തലമുറ ചെയ്യുമെന്നും തോന്നുന്നില്ല. ഇതിനാരാണ് ഉത്തരവാദികൾ? മാറി മാറി നമ്മളെ ഭരിച്ച സർക്കാരുകൾ തന്നെയാണ്. എന്തിന്, വളരെ പഴയ കാലത്തിറങ്ങിയ വരവേൽപ്പ് എന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാലിന്റെ നായക കഥാപാത്രം ഗൾഫ് മോട്ടോഴ്സ് എന്ന പേരിൽ ഒരു ബസ് വാങ്ങുന്നു, ഗൾഫിൽ നിന്ന് വന്നിട്ട് ആ പണം ഉപയോഗിച്ചിട്ട്. പിന്നീട് അതിലെ നായകൻ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. മിഥുനം എന്ന് പറയുന്ന സിനിമയിൽ ഒരു ബിസ്ക്കറ്റ് ഫാക്ടറി തുടങ്ങാൻ പോയ മോഹൻലാലിന് ഉണ്ടാവുന്നത് എന്തൊക്കെയാണെന്നും നമ്മൾ കണ്ടതാണ്. ആ അവസ്ഥയ്ക്ക് ഇന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇവിടെ ഉള്ള വ്യവസായങ്ങളെ പോലും ഓടിക്കുകയാണ്, വൻകിട വ്യവസായങ്ങളെ പോലും. പിന്നെ ചെറുകിട യൂണിറ്റുകളുടെ കാര്യം പറയാനില്ല. എന്നാൽ സർക്കാരുകളെ മാത്രം കുറ്റം പറഞ്ഞതുകൊണ്ടുമായില്ല. ഒരു ബിസിനസ് തുടങ്ങുക എന്നുള്ളത് നമ്മുടെ മനോഭാവത്തിലുള്ള കാര്യമേ അല്ല. എങ്ങനെയും ഒരു ജോലിക്ക് കയറുക, ശമ്പളം വാങ്ങുക, വലിയ റിസ്ക് ഒന്നും എടുക്കാതെ ഒതുങ്ങി ജീവിക്കുക, ഇതാണ് പണ്ട് മുതലേ ഉള്ള നമ്മളുടെ മനോഭാവം. പഠിക്കുക, ഒരു ജോലി വാങ്ങുക, ഇതാണ് കേൾക്കുന്നത്. നമ്മുടെ കേരളം ഒരു വൃദ്ധസാധനം പോലെ ആയി മാറുകയാണ്. ഇവിടെ ചെറുപ്പക്കാരില്ല. പഠനം കഴിഞ്ഞാൽ ഉടനെ തന്നെ കുട്ടികൾ വിദേശ രാജ്യങ്ങളിലേക്ക്, യൂറോപ്പിലേക്ക് പോകുന്നു എന്നുള്ളത് മാത്രമല്ല, ഇവിടെ തന്നെ ജോലി ചെയ്യുന്നവരാണെങ്കിലും ഇന്ത്യയിലെ മറ്റ് പല സിറ്റികളിലേക്കുമൊക്കെ, എന്തിന് തമിഴ്നാട്ടിൽ ചെന്നൈ ആണെങ്കിലും കർണാടകയിൽ ബാംഗ്ലൂരിലേക്കാണെങ്കിലും മഹാരാഷ്ട്രയിൽ മുംബൈയിലാണെങ്കിലും ഒക്കെ പഠനം കഴിയുന്ന മിക്ക ചെറുപ്പക്കാരും ഇതുപോലെയുള്ള സിറ്റികളിലാണ്, ഇന്ത്യയിൽ ഉള്ളവർ തന്നെയും ജോലി ചെയ്യുന്നത്. കേരളത്തെ സംബന്ധിച്ച് ഒരു അല്പം ആശ്വാസമുള്ളത് IT സെക്ടറിൽ മാത്രമാണ്. കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ ഒരുപാട് പേർക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ AI യുഗത്തിൽ അതിന്റെയും ഭാവി ചോദ്യം ചെയ്യപ്പെടുകയാണ്. വലിയ ഇൻഫ്രാസ്ട്രക്ചറോ അല്ലെങ്കിൽ റോഡ് നെറ്റ്വർക്കോ ഒന്നും ആവശ്യമില്ലാത്ത IT സെക്ടർ പോലെയുള്ള കാര്യങ്ങൾ മാത്രമാണ് കേരളത്തിൽ പച്ച പിടിച്ചത്. അതായത് കേരളത്തിൽ നിന്നും പഠിച്ചിറങ്ങുന്ന ഒരു യുവാവിന്, യുവതിക്ക് ഇവിടെ അത്യാവശ്യം ജീവിക്കാൻ വേണ്ട സാലറിയിലെങ്കിലും ജോലി കിട്ടുമെന്ന് ഉറപ്പില്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭാവി നല്ലതല്ല. അതിനപ്പുറം നമ്മുടെ റിയൽ എസ്റ്റേറ്റ് മേഖലയും ഭാവി ഉള്ളതല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നും ഗൾഫിലെ പണത്തിന് കുറവുണ്ടായിട്ടുണ്ടെങ്കിലും അത് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ആപത്ത് തിരിച്ചറിയാത്തത്. ഇറാൻ യുദ്ധം ഉണ്ടായപ്പോൾ തന്നെ GCC രാജ്യങ്ങളുടെ പോലും ഭാവി ചോദ്യം ചെയ്യപ്പെടുകയാണ്. UAE എന്ന് പറയുന്ന അല്ലെങ്കിൽ ദുബായ് സിറ്റിയൊക്കെ ഇനി ഒരിക്കലും സേഫ് അല്ല എന്നുള്ളൊരു ചിന്ത വന്നിട്ട് അവിടെയുള്ള ധനികരെല്ലാം നാട് വിടുന്നു, നിക്ഷേപങ്ങൾ സിംഗപ്പൂരിലേക്കും ലണ്ടനിലേക്കും ഒക്കെ പിൻവലിക്കുന്നു. UAEക്ക് ഉണ്ടായതാണ് ഏറ്റവും വലിയ നഷ്ടം. അതായത് വളരെ പെട്ടെന്നാണ് സാഹചര്യങ്ങൾ മാറി മറിയുന്നത്. അല്ലാതെ തന്നെ അവിടെ മലയാളികൾക്കുള്ള ജോലി സാധ്യതകൾ കുറയുകയാണ്. സാധാരണ ജോലികൾ പണ്ടത്തേതുപോലെ ഗൾഫിൽ ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ നാട്ടിലും ജീവിത ചെലവ് ഉയർന്നു. കാരണം ഗൾഫ് പണം വന്നതോടുകൂടി തന്നെ നമ്മളുടെ ജീവിത ആവശ്യങ്ങളും ജീവിത ചെലവുകളും കൂടി. അതുകൊണ്ട് സാധാരണ ജോലികൾ നമ്മളിനി ഗൾഫിൽ പോയി ചെയ്തിട്ട് കാര്യമില്ല. ഇതിനെല്ലാം ഉപരിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഗൾഫ് പണവും കേരളത്തിൽ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ സാധാരണ ജോലികൾ പോലും ചെയ്യാൻ നമ്മൾ തയ്യാറല്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരു യുവാവോ യുവതിയോ ഒരു സാധാരണ ജോലി അല്പനാളത്തേക്ക് പോലും ചെയ്യാനായിട്ട് അവർ തയ്യാറല്ല. അങ്ങനെ ഒരു പാർട്ട് ടൈം ജോലിക്ക് വിടാനായിട്ട് അവരുടെ പേരൻസും തയ്യാറല്ല എന്നുള്ളതാണ്. എന്നാൽ ഇതേ കുട്ടികൾ യൂറോപ്പിൽ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ വളരെ അന്തസ്സായിട്ട് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് അവിടെ എല്ലാ ജോലിക്കും മാന്യതയുണ്ടെന്നൊക്കെ പറയുകയും ചെയ്യും. പക്ഷെ ഇതൊക്കെ കൊണ്ടുള്ള പ്രശ്നം എന്താണ്? നമ്മളുടെ നാട്ടിലെ സാധാരണ ജോലികൾ പോലും, അതായത് ഇവിടെ പല വൈറ്റ് കോളർ ജോബുകൾ ചെയ്യുന്നതിലധികം പണം ലഭിക്കുന്ന സാധാരണ ജോലികളാണ്. ഇതേ ജോലികൾ ഇവിടെ വന്ന് ചെയ്യുന്നത് 19 ലക്ഷത്തോളം ഒക്കെ ഇപ്പൊ ആയിട്ടുള്ള അന്യ സംസ്ഥാന തൊഴിലാളികളാണ്. ഇത്രയും ലക്ഷക്കണക്കിന് അന്യ സംസ്ഥാന തൊഴിലാളികൾ ഒരു വർഷം കേരളത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന പണം എത്ര കോടി വരുമെന്ന് ഒന്ന് കണക്കുകൂട്ടി നോക്കിയാൽ തല കറങ്ങി വീഴും. ഗൾഫിലെ പണം വെസ്റ്റ് ബംഗാളിലേക്കും UPയിലേക്കും ആസാമിലേക്കും ഒക്കെ പോകുന്നതിന് മുൻപുള്ള ഒരു ഇടത്താവളം മാത്രമായിട്ട് കേരളം മാറുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നല്ലൊരു ഹോസ്പിറ്റൽ ബില്ല് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടും സ്ഥലവും ഒക്കെ പോലും
ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വളരെ പെട്ടെന്ന് അത്യാവശ്യമായതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ വിൽക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഗതികേടുകൾ ഒഴിവാക്കുവാൻ വേണ്ടി ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുക. 25% വരെയൊക്കെ ഡിസ്കൗണ്ടോട് കൂടി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താൽ മതി. തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമന്റിൽ അറിയിക്കണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.